ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എവിടെയാണ് എല്ലാവർക്കും സുഖം തന്നെ ആയിരിക്കും അല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്ക് ഇവിടെ റാഹത്ത് തന്നെയാണ് കേട്ടോ. ഞാനും മക്കളും സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ബറാത്തിൻ്റെ നോമ്പ് തുറക്ക് ഞാൻ ഒരടിപൊളി പത്തിരി ചുടുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തിനത്. അപ്പം ഇതിപ്പോൾ പത്തിരി ഇപ്പോൾ ചുടാൻ അറിയുന്നവരും ഉണ്ടാവും. ചില ആൾക്കാർ പറയും ഞാൻ എങ്ങനെ പത്തിരി ചുട്ടാലും ശരിയാകൂല എന്ന് പറയുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പം ഏത് പാത്രത്തിലാണോ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ പൊടി എടുക്കണേ ആ അളവിനനുസരിച്ചിട്ട് ഇപ്പം ഞാൻ 3 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തത്. അപ്പം 4 ഗ്ലാസ് വെള്ളം ഞാൻ വെച്ച് കൊടുത്തിന് കേട്ടോ. ഞാൻ കാണിച്ചില്ല ആ ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം ഞാൻ അരിപ്പൊടി എടുത്ത് അതിന് 3 ഗ്ലാസ് വെള്ളം 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ നിങ്ങൾ ഏതാണോ എടുക്കണം അതിനനുസരിച്ച് കറക്റ്റ് അതിൻ്റെ അപ്പുറത്തുക്കൂല്ല ഇപ്പുറത്തുക്കൂല്ല ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ലേസം ഒരു സ്പൂണ് സൺഫ്ലവർ ഒറ്റിച്ച് കൊടുക്കുക, ഉപ്പിടുക, അതിക്ക് ഇങ്ങോട്ട് പൊടി ഇട്ടാൽ തന്നെത്താൻ അതിങ്ങോട്ട് കറക്റ്റ് പരുവാകും. ചില പൊടിയുണ്ട് ഒരു പശല്ല പൊടിക്ക് നമ്മൾ എന്താക്കണം എന്ന് പറഞ്ഞാൽ 3 ഗ്ലാസ് അരിപ്പൊടിയാണെങ്കിൽ 3 ഗ്ലാസ് വെള്ളം മാത്രം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമുക്ക് പൊടി അരി കാണുമ്പോൾ തന്നെ അറിയും നല്ല പശല്ല അരിയാണോ ഇല്ലാത്ത അരിയാണോ എന്നുള്ളത്. നല്ല വെളുത്ത അരിയാണെങ്കിൽ പശ ഉണ്ടാവും കേട്ടോ. പക്ഷെ നേരെ ഒരു ചോപ്പ് കൂടി അരിയാണെന്നുണ്ടെങ്കിൽ അതിന് പശ കുറവായിരിക്കും കേട്ടോ. പച്ചരിക്ക് അങ്ങനെയാണ് നമ്മൾ അരിപ്പൊടി. പക്ഷെ ഞാൻ ഈ പൊടിപ്പിച്ച അരി ഉണ്ടല്ലോ നല്ല നൂൽപുട്ടിനും നല്ല രസമുണ്ട്, പത്തിരിക്കും രസമുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മൾ അരിപ്പൊടി വാട്ടിക്കഴിഞ്ഞാൽ പത്തിരിൻ്റെ പാകം എന്ന് പറയുന്നത്. ഈ വാട്ടി കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ പിടിച്ചാൽ കിട്ടും കേട്ടോ. ഒട്ടൊന്നുമില്ല, കയ്യുമ്പൊന്നും കണ്ട ഒരു അത്ര ഒട്ടുന്നില്ല കേട്ടോ. അങ്ങനെയാണ് പത്തിരിൻ്റെ. ചില ആൾക്കാർക്ക് എനിക്ക് ആദ്യമൊന്നും എങ്ങനെ പത്തിരിക്ക് വാട്ടിയാലും ശരിയാകുന്നില്ല. ഇപ്പം മാഷാ അല്ലാഹ് കുഴപ്പമില്ല, എപ്പോൾ വാട്ടിയാലും നല്ലതുണ്ട് കേട്ടോ. അങ്ങനെ അടുപ്പത്ത് തീ കുറച്ച് വെച്ചിട്ട് തീ എന്താക്കി ഓഫാക്കിയതിൻ്റെ ശേഷം നല്ലോണം കയ്യിലും കൊണ്ട് കുത്തി നമ്മളെ വലിയമ്മല്ല എന്താ പറയുക കാട്ടൽ ഉമ്മ ആയാലും വലിയമ്മ ആയാലും ഇതില്ലേ ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വട്ടയിലോട്ട് അമ്മീൻ്റെ കുട്ടിയില്ലേ അമ്മിക്കുട്ടി കൊണ്ട് നല്ലോണം കുത്തി കൊടുക്കും. അങ്ങനെ നല്ല കുത്തി കൊടുത്തിട്ട് ആ ചൂടോടെ കുറച്ച് നേരം പൊത്തി വെക്കണം കേട്ടോ. നല്ലൊരു ബന്ധ പോലെ ആവണം, പൊത്തി വെക്കണം കേട്ടോ. അങ്ങനെ ഞാൻ എന്താക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ വെച്ചിട്ട് ഇന്ന് നോമ്പ് തുറക്കാൻ ഞാൻ എന്താക്കുന്നത് കട്ട്ലേറ്റും ഇറച്ചിപ്പത്തലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ആ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കുറേ ലെങ്തി ആയി പോകും കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കട്ട്ലേറ്റിനും ഇറച്ചിപ്പത്തലിനും കൂടിയുള്ള ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക അതും കൂടി ഇതിൽ കൂട്ടുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് പോകും. എന്തിനാപ്പം ഞാൻ കുറേ അത് ഇട്ടിട്ട് വീഡിയോ കുറേ ലോങ് ഇട്ടിട്ട് ബോറടിപ്പിക്കണത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വീഡിയോ ബോറടിക്കുന്നുണ്ടോ മക്കളെ? ബോറടിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പിന്നെ ആ ബീഫ് വേവിച്ചിട്ട് ആ കുക്കർ ഒഴിവാക്കണമല്ലോ. അങ്ങനെ എന്താക്കി ആ ബീഫ് എന്താക്കി നോക്കും പാകത്ത് അതിലെന്തെല്ലാം ഞാൻ കൂട്ടിക്കണമെന്നുള്ളത് പിന്നെ കട്ട്ലേറ്റിൻ്റെതും ചട്ടിപ്പത്തിരിൻ്റെയും ഒക്കെ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ പറയും കേട്ടോ. ഇതിലെന്താ പറഞ്ഞാൽ വല്ലാതെ ഇങ്ങോട്ട് ഇട്ടിട്ട് നീട്ടി വലിച്ച് കൊണ്ടുകൊണ്ടാണ്. അങ്ങനെ ഞാൻ എന്താക്കി പറഞ്ഞാൽ കട്ട്ലേറ്റിനില്ല ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് 3ൻ്റെ ആവശ്യം വന്നോ? വന്നിക്കണ്. അപ്പോൾ എന്താക്കി പറഞ്ഞാൽ അങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ട് പറഞ്ഞിട്ട് അതും വേവിച്ച് വെച്ചിട്ട് വേണം എനിക്ക് ബീഫ് ഇതിൽ കറി വെച്ചെടുക്കാൻ കേട്ടോ. എന്നിട്ട് അപ്പോൾ എന്താ പറഞ്ഞാൽ അതും കൂടി വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കുക്കർ ഫ്രീ ആയല്ലോ. അങ്ങനെ ഞാൻ അതും കൂടി വേഗം വേവട്ടെ എന്നും പറഞ്ഞിട്ട് വേവാൻ അടുപ്പത്താടെ വെച്ചാലേ അതങ്ങ് കടന്ന് ബന്ധമുള്ളല്ലോ. പിന്നെ എന്തൊക്കെയാണ് മക്കളെ നിങ്ങളെ വിശേഷം? ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ 2-3 ദിവസമല്ലേ പറയാതെ, അതുകൊണ്ട് സബ്സ്ക്രൈബറെല്ലാം കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ബട്ടൺ എന്തായാലും ഒന്ന് അമുക്കണം കേട്ടോ. ആ ലൈക്കും ഒന്ന് അമുക്കിക്കളി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കമൻറ്റ് ചെയ്യാനും മറക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. വീഡിയോ നിങ്ങൾ അതുകൊണ്ട് എന്താ പറയുക എൻ്റെ വീഡിയോയിൽ അത്രയും ഉണ്ടല്ലോ 5 മിനിറ്റ് 10 മിനിറ്റ് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. അങ്ങനെ പത്തിരി വാട്ടിയത് അവിടെ വെച്ച് ആ ഉരുളക്കിഴങ്ങ് അടുപ്പത്തും വെച്ചിട്ട് പത്തിരി നല്ലോണം ചൂടോടെ കുഴക്കണം. അപ്പം നമ്മൾ പൊത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂട് പോയിട്ടുണ്ടാവും. ചൂടോടെ പറഞ്ഞാൽ തിളച്ച പോലെയല്ല,
ചില പത്തിരിപ്പൊടി ഇങ്ങനെ കുഴക്കുന്ന സമയത്ത് നമ്മളെ കൈ മുട്ടുന്നതിന് ലേശം എണ്ണ ആക്കിയിട്ട് കുഴച്ചുകൊണ്ട് കേട്ടോ. നിങ്ങൾ കഴിയുന്നത് പൊടിയാക്കാൻ നോക്കണ്ട, പൊടി കൈമ കൂട്ടിയിട്ട് കുഴക്കാൻ, എന്നാൽ പത്തിരിൻ്റെ സോഫ്റ്റ് കുറയും കേട്ടോ. എന്താ പറയുക, നമ്മൾ പച്ചപ്പൊടിയല്ലേ വീണ്ടും കൂട്ടുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കൈമ ലേശം എണ്ണ ആക്കിയിട്ട്, ഇപ്പം ഞാൻ എണ്ണ ഒന്നും കൂട്ടിയിട്ടില്ല. എൻ്റെത് വാട്ടൽ കറക്റ്റ് ആയതുകൊണ്ട് കൈമ വല്ലാതെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അങ്ങനത്തെ ചെറിയ ചൂടുണ്ട് കേട്ടോ. ആ ചൂടോടെ തന്നെ നല്ലോണം വാട്ടലും കുഴക്കലും നല്ല ഇതിലായിട്ടുണ്ട്. പത്തിരിയില്ലേ, ഇന്ന് ചുട്ടുവച്ചാലും നാളെ 4 ദിവസം കഴിഞ്ഞാലും പത്തിരി അതുപോലെ തന്നെ കുഴവും ഒക്കെ ആയിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെയൊക്കെ നല്ല കുഴച്ചെടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പം ഞാൻ അത്ര നേരം കുഴച്ചെന്ന് പറയാൻ നല്ല കുഴച്ചിന് കേട്ടോ. ഒരുമാതിരി നല്ലോണം കുഴച്ചിട്ടുണ്ട്. ഇപ്പം പാത്രത്തിലിട്ട് പത്തിരിക്ക് കുഴക്കുമ്പോൾ പാത്രത്തിലിട്ട് കുഴക്കാൻ നിൽക്കണ്ട, ഇങ്ങനത്തെ സ്ലാബൊക്കെ ഇങ്ങോട്ട് കൊട്ടിക്കോളി. എന്നിട്ട് നല്ലോണം നല്ല കയ്യിന് ഊക്കും വേണം. നമ്മൾ കുളിച്ചിട്ടൊക്കെ ഈ പണിക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിയിൽ ഇങ്ങോട്ട് പെരങ്ങും നമ്മൾ. അങ്ങനെ അതൊക്കെ ഒന്ന് പ്രസ്സിൽ ഇങ്ങോട്ട് അമർത്തി എടുത്തിട്ട് പത്തിരി പരത്തി കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി ആയിട്ടുണ്ടായിനു. ഞാൻ പത്തിരിയും ബീഫ് കറിയാണ് കേട്ടോ നാഷ്ടക്കാക്കിയത്. പിന്നെ ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ ഉമ്മാൻ്റെ അവിടെ പോയി വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല ബറാത്തിന്. അപ്പോൾ ഉമ്മാൻ്റെ ബിരിയാണി തന്നാൽ അതും ഉണ്ടായിന്. എന്നാലും എല്ലാവരും നോമ്പായതുകൊണ്ട് ഫ്രിഡ്ജിക്ക് വെച്ചിനു. അതുകൊണ്ട് പത്തിരി ഇതാണ് അടിപൊളി പത്തിരി, നാടൻ പത്തിരി പറയുന്നത് ഇതാണ് കേട്ടോ. പക്ഷെ നമുക്ക് രാവിലെ സമയത്തൊന്നും ഇതൊരിക്കലും നടക്കൂല. എന്താ അറിയോ, രാവിലെ ഒന്നും നമുക്കിതിപ്പോൾ വാട്ടി കുഴച്ച് പരത്തിയും കൊണ്ട് നിൽക്കാനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ രാവിലെ ഒന്നും കഴിക്കൂല. പക്ഷെ നോമ്പ് സമയത്തല്ല നമുക്ക് എന്താക്കാം, വേഗം കുളിക്കുന്നതിൻ്റെ മുന്നേ ഇത് വാട്ടി കുഴച്ച് പരത്തി വെച്ചിട്ട് നമുക്ക് കുളിക്കാൻ കയറിയിട്ട് കുളിയും നിസ്കാരം എല്ലാതും കഴിഞ്ഞിട്ട് വന്നിട്ട് ചുട്ടാൽ മതി കേട്ടോ. പിന്നെ അങ്ങനെ പരത്തുമ്പോൾ കുറച്ച് സൈഡ് പൊട്ടുകയെന്നും പറഞ്ഞിട്ട് ഞാൻ എന്താക്കിയത് ഇങ്ങനെ ആക്കാറെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചുവിനോട് പറയുകയാണ്, ഉസ്നാനോട് പറയുകയാണ്, നീ അങ്ങനെ ആക്കിക്കൊണ്ട, ഞാൻ പരത്താമെന്നും പറഞ്ഞിട്ട് എൻ്റെ മക്കൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. കുട്ടികളെന്നെ കടിയാക്കലും ജ്യൂസ് അടിക്കലും. പിന്നെ നമ്മളെ മക്കളെ കൊണ്ടുണ്ടല്ലേ നമ്മളെങ്ങനെ കഴിയുന്നതും ചെറിയ പണി എടുപ്പിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരാൺകുട്ടിയേ ഉള്ളൂ എന്നിട്ട് ആൺകുട്ടിനെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കാതെ നിൽക്കരുത്. എന്താ പറഞ്ഞാൽ നമ്മളില്ലേലും അവർക്ക് ജീവിച്ച് പോകണമല്ലോ. നമ്മളുണ്ടാവും മാത്രം അവർക്ക് ജീവിച്ചാൽ പോയി, നമ്മളില്ലെങ്കിലും ഒരു തപ്പിപ്പിടുത്തം വരരുത്. ഓർക്ക് കഴിയുന്നതായ പണി എന്താ ആ പണി ഓരെ കൊണ്ട് എടുപ്പിക്കണം കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ അവിടെയാണ് എൻ്റെ സീതുവിൻ്റെ കഥ എങ്ങനെ പറഞ്ഞാൽ എന്ത് പണി എടുക്കും. ഇനിയിപ്പോൾ പാത്രം ഞാൻ ഇന്നലെ ഈ പണിയെടുത്തു, ഈ സാധനങ്ങളെല്ലാം ആക്കിയത് എല്ലാ പാത്രവും ഓനാണ് തേച്ചത്, പകുതി പത്തിരി ഓനാണ് ചുട്ടത്, ജ്യൂസ് അടിച്ചത്, എല്ലാ പണി ഓനെടുക്കും കേട്ടോ. നമുക്കൊരു മോനേ ഉള്ളൂ, ഒരു മോളേ ഉള്ളൂ, നമ്മളൊരിക്കലും പണിയെടുപ്പിക്കാൻ നിൽക്കരുത്. ഇപ്പം പിന്നെ കഴിയുന്നതും ഞാൻ മനസ്സിലാക്കിയിടത്തോളം എങ്ങനെ പറഞ്ഞാൽ പെൺകുട്ടികളെ നമ്മളെന്താക്കരുത്, കുറേ ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിക്കണ്ട. ഇനിയൊരു പെരക്ക് പോയാലും യൂട്യൂബൊക്കെ നോക്കിയിട്ട് പഠിച്ചോളൂ. വൃത്തിക്ക് അടിച്ചു വാരി തുടക്കുക, ക്ലീനിങ്ങിൻ്റെ പണി നമ്മൾ വൃത്തിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ബാക്കി ഇപ്പോൾ കുറേ ഫുഡ് ഉണ്ടാക്കാനും നമ്മൾ പഠിപ്പിച്ചു. നമ്മളെ ഫുഡിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും പോയ പെരക്കുണ്ട്. നമുക്ക് അനുഭവമായിട്ടാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ നല്ലോണം ചോറും കറിയൊക്കെ വെക്കാൻ അറിയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോയ പെരക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ടേസ്റ്റിലുള്ളതല്ലേ അല്ല. അതുകൊണ്ട് കയ്യിൽ ഫുഡ് ഉണ്ടാക്കലൊക്കെ യൂട്യൂബ് പഠിപ്പിച്ചോളൂ. നമ്മളെന്താക്കുക, അടിച്ചു വാരുക, തുടക്കുക, പാത്രം തേച്ചുക, ക്ലീനാക്കുക, മിറ്റം ക്ലീനാക്കുക, ഉള്ളു ക്ലീനാക്കുക, അങ്ങനത്തെ ഒക്കെ പണി പെൺകുട്ടികളെ കഴിയുന്നതും പഠിപ്പിക്കാൻ നോക്കുക കേട്ടോ. പത്തിരിയൊക്കെ നല്ലോണം പൊന്തി വരുന്നുണ്ട്. രണ്ടപ്പുറം ഇപ്പുറം ചൂട് തട്ടിയിട്ട് വല്ലാതെ വേവാനൊന്നും ഇല്ലല്ലോ. നമ്മൾ വാട്ടുമ്പോൾ തന്നെ നല്ല വെന്തിട്ടുണ്ടല്ലോ. അങ്ങനെതാ പത്തിരി സീതു ചുട്ടത് 2-3 എണ്ണം കേട്ടോ, ചുവന്ന കളറതിന്. അങ്ങനെ എല്ലാതും കഴിഞ്ഞ് മഗ്‌രിബ് കൊടുത്ത് നോമ്പ് തുറന്ന് നിസ്കാരം ഓത്തും കുറച്ച് നേരം ഇരിക്കലും യൂസ്കാക്ക് ഫോൺ വിളിച്ച് ബാക്കുറലും എല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ ചായ കുടിക്കാൻ വരികയാണ് കേട്ടോ. അങ്ങനെ ബീഫ് കറിയും പത്തിരിയും കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇന്ന് നാളെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അമ്മത്താത്താക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റൂല എന്നല്ല പറയുന്നത്. എന്നാൽ അൽഹംദുലില്ലാഹ് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ പത്തിന് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് ശരിക്കും പറയാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പാകം ഒന്ന് ചുരുട്ടി കൂട്ടി തൊള്ളയ്ക്ക് ഇടാനേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പോൾ വല്ലാതെ ഇതിപ്പോൾ മുറിച്ചു കൂട്ടാനൊന്നും ഇല്ല. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ തിന്നാൻ പറ്റൂലല്ലോ. അത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും.